ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു യു ആൻഡ് മീ ലേണിംഗ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 7ാം ക്ലാസ്സിലെ ബാക്കി ആക്ടിവിറ്റീസ്, വില്ലേജ് പൂരത്തിലെ ബാക്കി ആക്ടിവിറ്റീസാണ് ഈ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇനിയും വരുന്ന വീഡിയോകൾ, ഇതിൽ 100 വീഡിയോകളുണ്ട്. അതുപോലെ തന്നെ ഇനിയും വരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാകും. ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്ക് ആരംഭിക്കാം. പാസേജ് 2. ഹിയർ ഈസ് എ ലേഡി ഹു ടോക്സ് അബൌട്ട് സം ഓഫ് ഹർ ഹാബിറ്റ്സ്. ഇപ്പോൾ രണ്ടാമത്തെ പാസേജിൽ ഇവിടെ പറയുന്നത് ഒരു സ്ത്രീ അവരുടെ ഹാബിറ്റ്സിനെ കുറിച്ച്, അവരുടെ ശീലങ്ങളെക്കുറിച്ച് പറയുകയാണ്. ഐ നെവർ വെയർ ചുരിദാർ. I always use makeup when I go out. I wear a hat when it is cold. I wear gloves only when I wash dishes. I usually wear glasses while driving and while watching television. I don't wear jeans very often. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ വാക്കുകൾ, ഹാബിറ്റ്സിനെ സൂചിപ്പിക്കുന്ന വാക്കുകളുണ്ട്. ഓൾവേസ്, അതുപോലെ തന്നെ യൂഷ്വലി, അതുപോലെ അങ്ങനത്തെ കുറച്ച് വാക്കുകൾ, യൂഷ്വലി, നെവർ, ഇങ്ങനത്തെ 3 വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കും ഇവരെപ്പോഴും ചെയ്യുന്നതാണോ, ചെയ്യാത്ത കാര്യമാണോ, ചിലപ്പോഴൊക്കെയാണോ ഇത് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇവിടെ തന്നിരിക്കുന്ന വെർബുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് ലിസ്റ്റ് ചെയ്യണം. ഏതൊക്കെയാണ് വെർബുകൾ? വെയർ, യൂസ്, വാഷ്, ഗോ എന്നിവയാണ്. ഇനി അവിടെ തന്നിരിക്കുന്ന ബോക്സ് നോക്കൂ. യു മേ ഹാവ് നോട്ടഡ് ദാറ്റ് the words always, never, usually, etc. help us to know that the actions are regular or habitual. സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങളാണോ, ഹാബിച്വൽ ആയിട്ടുള്ള ഹാബിറ്റാണോ, ശീലങ്ങളാണോ എന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് ഈ സെൻറ്റൻസുകളിൽ നമ്മളെ സഹായിച്ച വാക്കുകളാണ് ഓൾവേസ്, നെവർ, യൂഷ്വലി എന്നിവ. സോ സച്ച് വേർഡ്സ് ആർ കോൾഡ് ആഡ്വർബ്സ് ഓഫ് ഫ്രീക്വൻസി. ആ വാക്കുകളെ ആഡ്വർബ്സ് ഓഫ് ഫ്രീക്വൻസി എന്നാണ് വിളിക്കുന്നത്. ദി അതർ വേർഡ്സ് ഓഫ് സച്ച് കാറ്റഗറി ആർ ആഡ്വർബ്സ് ഓഫ് ഫ്രീക്വൻസിക്ക് മറ്റുദാഹരണങ്ങൾ സംടൈംസ്, ജനറലി, ഒക്കേഷണലി, ഓഫൺ, ഹാർഡ്ലി എവർ, വൺസ് എ വീക്ക് ഓർ എ ഇയർ എറ്റ്സെട്ര ഇവയാണ്. അടുത്ത ആക്ടിവിറ്റി, റീഡ് പാസേജ് 1 once again. You have read the daily routine of the neighbor. Now can you say what he did yesterday? അപ്പോൾ പാസേജ് 1 ഒന്നുകൂടി വായിച്ചിട്ട് ആ നെയ്ബറിൻ്റെ ഡെയിലി റുട്ടീൻ നമുക്ക് എന്താണെന്ന് അറിയാം. നമ്മൾ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിലാണ് ആ ആക്ടിവിറ്റി ചെയ്തത്. ആ ആക്ടിവിറ്റിക്ക് ശേഷമുള്ള ആക്ടിവിറ്റിയാണ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ വീഡിയോ ക്ലാസ്സിൽ നമുക്ക് ചെയ്ത ആ ആക്ടിവിറ്റി, നൈബറിൻ്റെ റുട്ടീൻ നമുക്കറിയാം. നൈബർ 6 മണിക്ക് മുമ്പേ എണീക്കും, കഫേയിൽ പോവും, കോഫി കുടിക്കും, ന്യൂസ് പേപ്പർ വായിക്കും, പാർക്കിൽ പോവും, നടന്നിട്ടാണ് വീട്ടിലേക്ക് വരിക എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അത് ഒന്നുകൂടി വായിച്ചിട്ട് അത് റീറൈറ്റ് ദ പാസേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്റ്റർഡേ ആൾ ചെയ്ത, തലേ ദിവസം എന്താണ് ആൾ ചെയ്തത് എന്നുള്ള 2 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഹി ഗോട്ട് അപ്പ് അറ്റ് 6 AM, ദെൻ ഹി വെൻറ്റ് ടു ദ ന്യൂസ് ഏജൻസ് ആൻഡ് ബോർഡ് ദ മോർണിംഗ് പേപ്പർ. ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ എഴുതിയിരിക്കുന്നു. നോക്കൂ, ആ പാരഗ്രാഫിൽ നിന്ന് നേരിട്ടെടുത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ്. ആൻസർ നോക്കൂ കൂട്ടുകാരെ. Then he went to the cafe, ordered a cup of black coffee and read the paper. കഫേയിൽ പോയിട്ട് 1 കപ്പ് കാപ്പി ഓർഡർ ചെയ്യും. ബ്ലാക്ക് കോഫിയാണ്, കട്ടൻ കാപ്പി. എന്നിട്ട് പേപ്പർ വായിക്കും. ആഫ്റ്റർ ദാറ്റ് ഹി വെൻറ്റ് ഫോർ എ വാക്ക് റൗണ്ട് ദ പാർക്ക് ആൻഡ് ദെൻ റിട്ടേൺ ഹോം. അതിനുശേഷം പാർക്കിൽ പോയി ഒരു റൗണ്ട് നടന്നതിന് ശേഷമാണ് വീട്ടിലേക്ക് വന്നത്. അപ്പം ഇന്നലെ നടന്ന കാര്യമായതുകൊണ്ട് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് അതൊക്കെ പറഞ്ഞിരിക്കണേ എന്നുള്ള കാര്യമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. നെക്സ്റ്റ് ആക്ടിവിറ്റി കൂട്ടുകാരെ, റീഡ് ദ ഫസ്റ്റ് പാരഗ്രാഫ് ഓഫ് ദ സ്റ്റോറി ദ വുഡൻ കപ്പ് എഗെയിൻ. ഇവിടെ ഫസ്റ്റ് പാരഗ്രാഫ് മാത്രമല്ല, വുഡൻ കപ്പിലെ 2 പാസേജുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ആ 2 പാസേജുകളിൽ നിന്നും നമ്മൾ കണ്ടെത്തേണ്ട കാര്യം, പിക്ക് ഔട്ട് ഫ്രം ദ സ്റ്റോറി ദ വുഡൻ കപ്പ് ദ വെർബ്സ് ദാറ്റ് ഷോ ഹാബിറ്റ്സ് ആൻഡ് ദ വെർബ്സ് ദാറ്റ് ഷോ ദ തിങ്സ് ദാറ്റ് ഹാപ്പൻഡ് അറ്റ് എ സ്പെസിഫിക് പോയിൻ്റ് ഓഫ് ടൈം ഇൻ ദ പാസ്റ്റ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടന്ന, പാസ്റ്റ്, പണ്ട് നടന്ന കാര്യം, അതായത് വുഡൻ കപ്പ് വായിച്ചിട്ട് അതിൽ നടന്ന കാര്യവും, അപ്പോൾ ഒരു സമയത്ത് നടന്ന കാര്യവും കഴിഞ്ഞു പോയതാണ്, പാസ്റ്റ് ടെൻസാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ പാസ്റ്റ് ഹാബിറ്റും ശീലങ്ങളും
നമ്മൾ എഴുതാൻ പറഞ്ഞിട്ടൊരു ബോക്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഉത്തരങ്ങൾ വുഡൻ കപ്പിൽ നിന്നും എഴുതിയിരിക്കുന്ന കൂട്ടുകാർ നോക്കുക. അപ്പോൾ ഇവിടെ നോക്കൂ, ദേ സ്പെൻഡ് മച്ച് ടൈം ടുഗെദർ, ദേ വർ ഗുഡ് ഫ്രണ്ട്സ്. അതൊക്കെയാണ് പാസ്റ്റ് ഹാബിറ്റ്. അത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ലിഫ്റ്റഡ് ഹിസ് കപ്പ്, അതുപോലെ തന്നെ ഹിസ് ഹാൻഡ്സ് ഷുക്ക്, കോഫി സ്പിൽഡ് ഓൺ ദ ടേബിൾ. അതൊക്കെയാണ് പെട്ടെന്ന് നടന്ന ഒരൊറ്റ ടൈം നടന്നുപോയ കാര്യങ്ങൾ, സംഭവിച്ച കാര്യങ്ങൾ. See the next activity കൂട്ടുകാരെ. Look at the words lifted and shook. What do you notice about them? How are they formed? അപ്പോൾ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ഉപയോഗിച്ച വെർബുകളാണ് ലിഫ്റ്റഡും ഷുക്കും. ഈ ലിഫ്റ്റഡ് എന്നുള്ള വാക്കും ഷുക്ക് എന്നുള്ള വാക്കും എങ്ങനെയാണ് ഫോം ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം, ലിഫ്റ്റ് എന്നുള്ള വാക്കിൻ്റെ കൂടെ ഇ ചേർത്താണ് ലിഫ്റ്റഡ് ആക്കിയിരിക്കുന്നത്. ലിഫ്റ്റിൻ്റെ പാസ്റ്റ് ടെൻസാണ് ലിഫ്റ്റഡ്. എന്നാൽ ഷെയ്ക്ക് എന്നുള്ള വാക്കിൻ്റെ പാസ്റ്റ് ടെൻസാണ് ഷുക്ക്. അത് ഇ ചേർത്തൊന്നല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇ ചേർത്തുണ്ടാക്കുന്ന വാക്കുകളെ റെഗുലർ വെർബ്സ് എന്നും, ഇങ്ങനെ ഷെയ്ക്ക് ഷുക്കായി, ഇപ്പോൾ ഗോയ്ക്ക് പകരം നമ്മൾ വെൻറ്റ് എന്നാണ് പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുക. അതൊക്കെ അങ്ങനെയുള്ള വാക്കുകളെ ഇറഗുലർ വെർബ്സ് എന്നുമാണ് പറയുന്നത്. അപ്പോൾ റെഗുലർ വെർബ്സിനും ഇറഗുലർ വെർബ്സിനും മറ്റുദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നു, നോക്കൂ. നെക്സ്റ്റ്, ഹിയർ ഈസ് എ പോയം ഫോർ യു ടു സിങ്. ഇവിടെ ഒരു പോയം തന്നിട്ടുണ്ട്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് ദ കറക്റ്റ് ഫോം ഓഫ് ദ വേർഡ്സ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്സ്. ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന വാക്കുകളുടെ കറക്റ്റ് ഫോം യൂസ് ചെയ്തുകൊണ്ട് ആ ബ്ലാങ്ക്സൊക്കെ, വിട്ടുപോയ ഭാഗങ്ങളൊക്കെ നമുക്ക് പൂരിപ്പിക്കണം. അപ്പോൾ ദ ലിറ്റിൽ ഗേൾ പുട്ട് ഓൺ ഹെർ കോട്ട്, ഷീ പിക്ക്ഡ് അപ്പ് ഹെർ ഹെവി ബാസ്ക്കറ്റ്, ഷീ ഗോ ഔട്ട് ഓഫ് ദ കോട്ടേജ്. ഗോ അല്ല അവിടെ വേണ്ടത്, വെൻറ്റ് ഔട്ട് ഓഫ് ദ കോട്ടേജ്. അതുപോലെ തന്നെ ആൻഡ് വാക്ക്ഡ് എലോങ് ദ പാത്ത്, ഷീ ലുക്ക്ഡ് അപ്പ് അറ്റ് ദ ഗ്രീൻ ട്രീസ്, ഷീ ലിസൺ ടു ദ ബേർഡ് സിംഗിങ്, ഷീ വിസൽഡ് ഹാപ്പിലി. ഇതെല്ലാം വിസൽഡ്, ലിസൺഡ്, ലുക്ക്ഡ്, വാക്ക്ഡ് എന്നുള്ളതൊക്കെ പാസ്റ്റ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കൊക്കെ പാസ്റ്റ് ടെൻസാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. സഡൻലി ഷീ സീ എന്നുള്ളതിന് സോ ആക്കണം. സഡൻലി ഷീ സോ എ ബ്യൂട്ടിഫുൾ ഫ്ലവർ, ഷീ സ്മൈൽ. ആൻഡ് നീഡിൻ്റെ പാസ്റ്റ് ടെൻസോ നെൽറ്റ് ഡൗൺ, നെൽറ്റ്. Then she picked up the flower, she looked up and saw a big bad wolf with long ears and long teeth. She സ്ക്രീമിന് പകരം സ്ക്രീംഡ്, ഉറക്കെ നിലവിളിച്ചു. ആൻഡ് റാൻ അവേ, ഓടിപ്പോയി. ഷീ walked and walked and walked, she walked and walked and walked. ഷീ ഗെറ്റിന് പകരം ഗോട്ട്, വെരി ടയേർഡ് ആൻഡ് വെരി ഹംഗ്രി. Then she saw her grandmother's cottage. She knocked 3 times on the floor. A deep voice said, "Come in, my dear." അവിടെ കം തന്നെയാണ് വരേണ്ടത്. കാരണം ഒരു ഡയലോഗാണ്, ഒരാൾ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ടാണ് അത് സിംഗിൾ ഇൻവേർട്ടഡ് കോമയ്ക്കുള്ളിലിട്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് അതേപോലെ തന്നെ പ്രസൻറ്റ് ടെൻസിൽ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഷീ ഓപ്പൺ ദ ഡോർ ആൻഡ് വെൻറ്റ് ഇൻ. ദ ലിറ്റിൽ ഗേൾ സോ ആൻ ഓൾഡ് ലേഡി ഇൻ ബെഡ്. The old lady had a bonnet on her head, but she had long ears and long teeth. കൂട്ടുകാരെ, നെക്സ്റ്റ് ആക്ടിവിറ്റി ഇവിടെ തന്നിരിക്കുന്നത്, ഈ പോയം നമുക്ക് കഥാരൂപത്തിൽ ഇവിടെ എഴുതണം. അപ്പോൾ കഥാരൂപത്തിൽ ഈ പോയം റീറൈറ്റ് ചെയ്തിരിക്കുന്നത് നോക്കുക. ഇവിടെ എല്ലാം പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നത് കണ്ടോ. വൺസ് ദർ lived a little girl. One day she went out of the cottage. She was enjoying the beauty of the nature. Suddenly she saw a beautiful flower. She picked it up. Then she saw a bad wolf. She screamed and ran away. She walked for a long time and got very tired. Then she saw her grandmother's cottage. She knocked 3 times on the door. Then she heard, "Come in, my dear." She saw an old lady in bed. She had a bonnet on her head and long ears and teeth. അടുത്ത ആക്ടിവിറ്റി കൂട്ടുകാരെ, വി ഹാവ് ടു റൈറ്റ് ഡൗൺ എ ഡയറി. വാട്ട് were your activities yesterday? Make a detailed diary entry. യൂസ് ദ പാസ്റ്റ് ഫോംസ്. പാസ്റ്റ് ഫോംസ് ഉപയോഗിച്ച് ഇന്നലെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ഡയറി എൻട്രിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. കൂട്ടുകാർ നോക്കൂ, ആ ഡയറി എൻട്രിയിൽ സാധാരണ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിരിക്കുന്നത്. എല്ലാം പാസ്റ്റ് ഫോമിലാണ്. നോക്കൂ, സാറ്റർഡേ 14th January. യെസ്റ്റർഡേ ഐ woke up early in the morning. അപ്പോൾ ഇന്നലെ ഞാൻ നേരത്തെ തന്നെ എണീറ്റു. ആഫ്റ്റർ ദ ഡെയിലി റുട്ടീൻ ഐ സ്റ്റാർട്ടഡ് ടു ഡു മൈ ഹോംവർക്ക്. ഡെയിലി റുട്ടീൻ ശേഷം ഞാൻ ഹോംവർക്ക് ചെയ്യാൻ ആരംഭിച്ചു. ദെൻ ഐ വെൻറ്റ് ടു റീഡ് ദ ന്യൂസ് പേപ്പർ. പിന്നീട് ഞാൻ ന്യൂസ് പേപ്പർ വായിക്കാൻ പോയി. ആഫ്റ്റർ സം ടൈം മൈ മദർ ആസ്ക്ഡ് മീ ടു വാട്ടർ അവർ ഗാർഡൻ. കുറച്ച് നേരത്തിന് ശേഷം അമ്മ എന്നോട്
ഗാർഡനൊക്കെ നനയ്ക്കാൻ പറഞ്ഞു. അറ്റ് 11 o'clock ഐ സ്റ്റാർട്ടഡ് വാച്ചിങ് TV. 11 മണിയോടുകൂടി ഞാൻ TV കാണാൻ പോയി. ഇൻ ദി ഈവനിങ് ഐ പ്ലേഡ് വിത്ത് മൈ ബ്രദർ. വൈകുന്നേരം എൻ്റെ സഹോദരൻ്റെ ഒപ്പം ഞാൻ കളിച്ചു. ആഫ്റ്റർ ദ ബാത്ത് ഐ സ്റ്റാർട്ടഡ് റീഡിങ് എ സ്റ്റോറി ബുക്ക്. കുളിച്ചു വന്നതിന് ശേഷം ഒരു സ്റ്റോറി ബുക്ക് വായിക്കാൻ തുടങ്ങി. വി ഹാഡ് അവർ സപ്പർ അറ്റ് 10 o'clock. 10 മണിക്ക് രാത്രിയിലത്തെ ഭക്ഷണം കഴിച്ചതിന് ശേഷം വെൻറ്റ് ടു ബെഡ് അറ്റ് 10:30 PM. 10:30 കിടന്നുറങ്ങാനായിട്ട് പോയി. See the next activity. Complete the conversation using the correct forms of the verbs given below. താഴെ കുറച്ച് verbs തന്നിട്ടുണ്ട്. get, work, graduate, look, plan. പിന്നീട് ഒരു കോൺവെർസേഷനാണ് തന്നിരിക്കുന്നത്. വിട്ട ഭാഗങ്ങൾ പൂരിപ്പിച്ചുകൊണ്ട് അവിടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്വപ്ന: ഹായ് ഡയാന, ഐ ഹാവിൻ സീൻ യു ഫോർ ഏജസ്. ഹൗ ഹാവ് യു ബീൻ? സ്വപ്ന ചോദിക്കുകയാണ്, ഹായ് ഡയാന, എത്ര കാലമായി കണ്ടിട്ട്, എങ്ങനെ ഇരിക്കുന്നു? അപ്പോൾ ഡയാന, പ്രിറ്റി ഗുഡ് താങ്ക്സ്, നന്നായിരിക്കുന്നു ഡി എന്ന് പറഞ്ഞു. അപ്പോൾ സ്വപ്ന: ആർ യു സ്റ്റിൽ ഇൻ കോളേജ്? നീ ഇപ്പോഴും കോളേജിൽ പഠിക്കുകയാണോ? അപ്പോൾ ഡയാന: നോ, നോട്ട് എനി മോർ. ഐ ഗ്രാജുവേറ്റഡ് ലാസ്റ്റ് ഇയർ ആൻഡ് ഐ ഗോട്ട് എ ജോബ് അറ്റ് എ പഞ്ചാബ് ബാങ്ക്. കഴിഞ്ഞ വർഷം ഗ്രാജുവേഷൻ പൂർത്തിയാക്കി, ഇപ്പോൾ പഞ്ചാബ് ബാങ്കിൽ എനിക്ക് ജോലി കിട്ടി. അപ്പോൾ സ്വപ്ന: ദാറ്റ്സ് ഗ്രേറ്റ് ന്യൂസ്. യു നോ യു ലുക്ക് ഡിഫറെൻറ്റ്. ഹാവ് യു ചേഞ്ച്ഡ് യുവർ ഹെയർ സ്റ്റൈൽ? അപ്പോൾ ഇവിടെ ചോദിക്കുകയാണ് കൂട്ടുകാരെ, നീ ആകെ മാറിയിരിക്കുന്നു, ഈ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റിയോ? അപ്പോൾ ലുക്ക് തന്നെയാണ്, ഇപ്പോൾ പറയുന്ന കാര്യമാണ്, അവർ തമ്മിലുള്ള കോൺവെർസേഷനാണ്, പാസ്റ്റ് ടെൻസ് അല്ലല്ലോ. അപ്പോൾ ഡയാന: യെസ്, ഇറ്റ്സ് ഷോർട്ടർ. ഓ, ആൻഡ് ഐ ഹാവ് ലോസ്റ്റ് വെയ്റ്റ്. മുടി ഷോർട്ട് ചെയ്തു, അതുപോലെ തന്നെ എന്താണ്, ഇപ്പോൾ വെയ്റ്റും കുറച്ചിട്ടുണ്ട്. സ്വപ്ന: വെൽ, യു ലുക്ക് ഫാൻറ്റാസ്റ്റിക്. ഇപ്പോൾ കൊള്ളാം, നല്ല അടിപൊളിയായിരിക്കുന്നു. ഡയാന: താങ്ക്സ്, സോ ഡു യു, ആൻഡ് ദർ ഇസ് വൺ മോർ തിങ്, ഐ ഗോട്ട് എൻഗേജ്ഡ്. അപ്പോൾ ഡയാന പറയാണ്, നീയും അതുപോലെ തന്നെ. എന്തായാലും ഒരു കാര്യം കൂടി ഉണ്ട്, എൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. സ്വപ്ന: കൺഗ്രാജുലേഷൻസ്. വേർ ഡസ് ഹി വർക്ക്? ഇപ്പോൾ എവിടെയാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്? അപ്പോൾ ഡയാന: ഇൻ ഓസ്ട്രേലിയ. അപ്പോൾ സ്വപ്ന ചോദിക്കുകയാണ്, ഡു യു പ്ലാൻ ടു ഗോ വിത്ത് ഹിം ആഫ്റ്റർ ദ മാരേജ്? മാരേജിന് ശേഷം അദ്ദേഹത്തിൻ്റെ കൂടെ പോകുമോ? അപ്പോൾ ഡയാന: ആഫ്റ്റർ ഇയർ പെർഹാപ്സ്. പെർഹാപ്സ് മീൻസ് ഒരു പക്ഷേ ഒരു വർഷത്തിന് ശേഷം ഞാനും പോകും എന്നുള്ള ഒരു കോൺവെർസേഷൻ. അപ്പോൾ അതിലെല്ലാം പാസ്റ്റ് ടെൻസ് ഒന്നല്ല, അപ്പം പറയുന്ന കാര്യങ്ങളാണ്, അപ്പം പറയുന്ന പ്രസൻറ്റ് ഫോമുകളും യൂസ് ചെയ്തിരിക്കുന്നത് കൂട്ടുകാർ നോക്കണം. See the next activity, 11th activity. Read the following sentence from the wooden cup. I am making a wooden cup. Answered റോബർട്ടിനോ. വുഡൻ കപ്പിൽ നിന്നുള്ളൊരു സെൻറ്റൻസ് വായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. റോബർട്ടിനോ പറഞ്ഞ സെൻറ്റൻസ് ആണ്, ഐ ആം മേക്കിംഗ് എ വുഡൻ കപ്പ്. ഞാനൊരു മരം കൊണ്ടുള്ള കപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, മരക്കപ്പ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് കണ്ടിന്യൂസ് ആക്ഷനാണ്. വാട്ട് ഐഡിയ ഡു യു ഗെറ്റ് അബൌട്ട് ദ ആക്ഷൻ മേക്ക് എന്നുള്ള വാക്ക്, ഉണ്ടാക്കുക എന്നുള്ള വാക്കിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്? ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ആക്ഷൻ. ഈസ് ദ ആക്ഷൻ കംപ്ലീറ്റ് ഓർ ഗോയിങ് ഓൺ? അത് കംപ്ലീറ്റ് ആയൊരു ആക്ഷനാണോ അതോ നടന്നുകൊണ്ടിരിക്കുന്ന ഗോയിങ് ഓൺ, കണ്ടിന്യൂ ചെയ്യുന്ന ആക്ഷനാണോ? കണ്ടിന്യൂ ചെയ്യുന്ന ആക്ഷനാണ്. പെട്ടെന്നൊരു കപ്പ് ഉണ്ടാക്കാൻ പറ്റുമില്ല, കുറച്ച് സമയമെടുക്കും. ഡിസ്കസ് ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് റൈറ്റ് യുവർ ഫൈൻഡിങ്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫൈൻഡിങ്സ് ഇവിടെ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടിന്യൂസ് ആക്ഷനാണ്, അപ്പോൾ അത് തന്നെയാണ് അവിടെ എഴുതേണ്ടത്. അപ്പോൾ കണ്ടിന്യൂസ് ആക്ഷനാണ് എന്ന് സൂചിപ്പിക്കാനായിട്ട് ING ഫോം ഉണ്ടാവും വെർബിൻ്റെ കൂടെ. കൂടാതെ ഈസോ ആമോ ആറോ, പ്രസൻറ്റ് ഫോമാണെങ്കിൽ ഈസ് ഓർ ആം ഓർ ആറ് നമ്മൾ യൂസ് ചെയ്യും. എന്നാൽ പാസ്റ്റ് ഫോം ആണെങ്കിൽ വാസ് ഓർ വേർ പ്ലസ് വെർബ് പ്ലസ് ING ഫോം ആയിരിക്കും. ഇത് പ്രസൻറ്റ് ടെൻസിലാണ് ഇവിടെ തന്നിരിക്കുന്നത്. See the next activity dears. ഇവിടെ read the following passage and identify the actions going on at the present time. ഇവിടെ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്, അതിൽ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ആക്ഷൻസ് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ കംപ്ലീറ്റ് ദ ടേബിൾ വിത്ത് സെൻറ്റൻസസ് ഫ്രം ദ പാസേജ് ഗിവൺ എബോ, വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു. പിന്നെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്, ആ ബോക്സിൽ ആക്ഷൻസ് ദാറ്റ് ആർ കണ്ടിന്യൂയിങ്, ഇതുപോലെ കണ്ടിന്യൂ ചെയ്യുന്ന ആക്ഷൻസും ആക്ഷൻസ് ദാറ്റ് ഹാപ്പൻസ് റെഗുലർലി, സ്ഥിരം നടക്കുന്ന കാര്യങ്ങളും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കാം. ജോൺ ലീവ്സ് ഇൻ മുംബൈ, ഹീ ഈസ് വർക്കിംഗ് ഇൻ എ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ജോൺ മുംബൈയിലാണ് താമസിക്കുന്നത്, റെസ്റ്റോറൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഹി വർക്ക് 6 days a week, ആഴ്ചയിൽ 6 ദിവസം വർക്ക് ചെയ്യുന്നു. ആഫ്റ്റർ വർക്ക് ഹി പ്ലേസ് സോക്സ് ഓഫ് ബേസ്ബോൾ വിത്ത് ഹി സൺസ്. വർക്കിന് ശേഷം
കുട്ടികളുടെ കൂടെ ബേസ്ബോളോ സോക്സറോ കളിക്കും. ഹീ ട്രൈസ് ടു പ്ലേ എവ്രി ഡേ, എല്ലാ ദിവസവും കളിക്കുന്നു. ബട്ട് സംടൈംസ് ഹീ കനോട്ട്, ചിലപ്പോൾ പറ്റാറില്ല. ജോൺസ് വൈഫ് വർക്ക്സ് ടു, ജോണിൻ്റെ ഭാര്യയും വർക്ക് ചെയ്യുന്നുണ്ട്. ഷീ ഈസ് വർക്കിംഗ് ആസ് എ ടീച്ചർ, അവരൊരു ടീച്ചറാണ്, അധ്യാപികയാണ്. ദെയർ ചിൽഡ്രൻ ആർ സ്റ്റഡിങ് ഇൻ ഹർ സ്കൂൾ, അവരുടെ സ്കൂളിൽ തന്നെയാണ് കുട്ടികളും പഠിക്കുന്നത്. സോ ഷീ ഈസ് വെരി ഹാപ്പി, അതുകൊണ്ട് അമ്മയും സന്തോഷത്തിലാണ്, ടീച്ചർ സന്തോഷത്തിലാണ്. അപ്പോൾ ഈ ടേബിൾ തന്നിരിക്കുന്ന നോക്കൂ, ഹീസ് വർക്കിംഗ് ഇൻ എ റെസ്റ്റോറൻറ്റ് എന്നുള്ള ഒരു കണ്ടിന്യൂസ് ആക്ഷൻ തന്നിട്ടുണ്ട്. ആക്ഷൻസ് ദാറ്റ് ഹാപ്പൻ റെഗുലർലിക്ക് ഹീ വർക്ക് 6 days a week എന്നുള്ള ഒരു എക്സാമ്പിളും തന്നിട്ടുണ്ട്. ബാക്കി എക്സാമ്പിളുകൾ അവിടെ തന്നിരിക്കുന്ന നോക്കുക. ബോക്സിൽ പറഞ്ഞിരിക്കുന്ന നോക്കുക. ഷീ ഈസ് വർക്കിംഗ് ആസ് എ ടീച്ചർ, ദ ചിൽഡ്രൻ ആർ സ്റ്റഡിങ് ഇൻ ഹർ സ്കൂൾ. ഇവ രണ്ടും കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ആക്ഷൻസ് ആണ്. ഇനി റെഗുലറായിട്ട് നടക്കുന്ന കാര്യങ്ങൾ, ഹീ പ്ലേസ് ബേസ്ബോൾ സോക്സ്, ഹീ ട്രൈസ് ടു പ്ലേ എവറി ഡേ, എല്ലാ ദിവസവും കളിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതൊക്കെ ഇതിൽപ്പെടുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി, തിങ്ക് ഓഫ് എ പ്ലേസ് വെർ യു വുഡ് ലൈക്ക് ടു ബി. ക്ലോസ് യുവർ ഐസ് ആൻഡ് ഇമാജിൻ ദിസ് പ്ലേസസ് ഇൻ ഗ്രേറ്റ് ഡീറ്റെയിൽ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഒരു ഇമാജിൻ ചെയ്യുക, ഇന്നൊരു സ്ഥലത്ത് പോയിരിക്കുകയാണ്, എന്നിട്ട് ആ സ്ഥലത്തെക്കുറിച്ച് നമ്മൾ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്ന് നമ്മൾ ചിന്തിച്ചു കൂട്ടണം. എന്നിട്ട് നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ തയ്യാറാക്കണം. വാട്ട് ആർ യു ഡൂയിങ്, അവിടെയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യും. ഹൗ ഈസ് ദ വെദർ, കാലാവസ്ഥയ്ക്ക് എന്തായിരിക്കും, എന്താണ് കാണുക. വാട്ട് ഡു യു സീ, വേർ ആർ യു സിറ്റിംഗ് ഓർ സ്റ്റാൻഡിങ്, എവിടെയാണ് നിങ്ങൾ സാധാരണ ഇരിക്കുക അല്ലെങ്കിൽ നിൽക്കുക. ഹൂ ഈസ് വിത്ത് യു, ആരൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നൗ ടേക്ക് എ പീസ് ഓഫ് പേപ്പർ ആൻഡ് റൈറ്റ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് വാട്ട് യു ഹാവ് ജസ്റ്റ് ഇമാജിൻ. യു മേ ബിഗിൻ, ഐ ആം സിറ്റിംഗ് ഓൺ എ ക്വൈറ്റ് ബീച്ച്. അപ്പോൾ നമുക്കിവിടെ ഒരു ക്ലൂ തന്നിട്ടുണ്ട്. ഒരു ശാന്തമായ കടൽ തീരത്ത് നമ്മൾ ഇരിക്കുകയാണ്, ബീച്ചിലിരിക്കുകയാണ്, അങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്ഥലം കിട്ടിക്കഴിഞ്ഞു, ബീച്ച്. ഇനി അവിടെ എന്തൊക്കെയാണ് കാണുക, എന്തൊക്കെയാണ് നമ്മൾ ആസ്വദിക്കുക, എങ്ങനെയായിരിക്കും കാലാവസ്ഥ, കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് നമുക്കൊരു ചെറിയ ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കണം. തയ്യാറാക്കിയിരിക്കുന്ന കൂട്ടുകാർ നോക്കുക, എഴുതിയെടുക്കുക, പഠിക്കുക, വായിക്കുക, ഇതുപോലെ എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഐ ആം സിറ്റിംഗ് ഓൺ എ ക്വൈറ്റ് ബീച്ച്, ദ വെദർ ഈസ് ഫൈൻ, the sea is calm, waves are slow, 2 ships are moving away, birds are flying towards the horizon. ചക്രവാളത്തിലേക്ക് പക്ഷികൾ പറക്കുന്നു. ഇറ്റ്സ് ഈവനിങ്, വൈകുന്നേരമാണ്. സം ചിൽഡ്രൻ ആർ ഫ്ലൈയിങ് കൈറ്റ്സ്, കുറച്ച് കുട്ടികൾ കൈറ്റ്സ് എന്താണ്, പട്ടം പറത്തുന്നുണ്ട്. വാട്ട് എ നൈസ് എക്സ്പീരിയൻസ് ഇറ്റ് ഈസ്, എന്ത് മനോഹരമായ അനുഭവമാണ് ഇത് എന്ന് പറഞ്ഞിവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് പ്രസൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള വാക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യാനും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കൂട്ടുകാരെ, അടുത്ത ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. ഹിയർ ഈസ് എ ഡയറി എൻട്രി ഓഫ് എ ഗേൾ ഡിസ്ക്രൈബിംഗ് ദി എക്സ്പീരിയൻസ് ഷീ ഹാഡ് ഡ്യൂറിങ് ഹർ സ്റ്റേ ഇൻ മുംബൈ. ദർ ആർ സം എറേഴ്സ് ഇൻ ഇറ്റ്, എഡിറ്റ് ദം. ഇവിടെ എഡിറ്റിംഗ് ആണ്. ഇപ്പോൾ ഒരു പാരഗ്രാഫിൽ കുറച്ച് മിസ്റ്റേക്കുകളോട് കൂടി തന്നിട്ടുണ്ട്. അത് വായിച്ച് നമ്മൾ മിസ്റ്റേക്സ് തിരുത്തണം. നോക്കൂട്ടുകാരെ, ഐ ആം മീറ്റിംഗ് എ റിയലി ഇൻട്രസ്റ്റിംഗ് ഗേൾ. അപ്പോൾ ഐ ആം മീറ്റിങ്ങിന് പകരം ഐ മെറ്റ് ഞാൻ ഇൻ മൈ നൈബർഹുഡ് കഫേ ദിസ് മോർണിംഗ്. ഇന്ന് രാവിലെ എൻ്റെ അടുത്തുള്ള കോഫി ഷോപ്പിൽ ഞാൻ എന്ത് ചെയ്തു, ഞാനൊരു പെൺകുട്ടിയെ കണ്ടു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പെൺകുട്ടീനെ കണ്ടുമുട്ടി. മെറ്റ് എന്ന് വേണം. ഐ വാസ് റൈറ്റിംഗ് എ ലെറ്റർ ടു മൈ മദർ ആൻഡ് ഷീ ആസ്ക്ഡ് മീ വാട്ട് ലാംഗ്വേജ് ഐ വാസ് റൈറ്റിംഗ് ഇൻ. ഞാൻ അമ്മയ്ക്ക് കത്തെഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവൾ എന്നോട് ചോദിച്ചു ആസ്ക്ഡ്, ഏത് ഭാഷയിലാണ് ഞാൻ എഴുതുന്നത് എന്ന്. വി എൻഡഡ് അപ്പ് ടോക്കിംഗ് ഫോർ അബൌട്ട് ആൻ അവർ, ഒരു മണിക്കൂറോളം ഞങ്ങൾ സംസാരിച്ചു. എൻഡഡ് അപ്പാണ്. പീപ്പിൾ ഇൻ മുംബൈ അപ്പോൾ സീമാണ് വേണ്ടത് കേട്ടോ. വെരി കംഫർട്ടബിൾ വിത്ത് ഈച്ച് അതർ. മുംബൈയിലെ ആളുകളെല്ലാവരും പരസ്പരം സഹകരിച്ച് സന്തോഷത്തിൽ ജീവിക്കുന്നു. ഇറ്റ് എന്നുള്ളത് എന്താണ്, സിംഗുലർ ആയതുകൊണ്ട് സീംസ് വേണം. ഇറ്റ് സീംസ്. പക്ഷേ പീപ്പിൾ ഇൻ മുംബൈ, പീപ്പിൾ പ്ലൂറൽ ആയതുകൊണ്ട് എന്ത് വേണം, സീം എന്നാണ് വേണ്ടത്. ഇറ്റ് സീംസ് ക്വൈറ്റ് നാച്ചുറൽ ഫോർ 2 people ടു ജസ്റ്റ് സ്റ്റാർട്ട് ടോക്കിംഗ് ഇൻ എ കഫേ. 2ക്ക് ശേഷം നമ്മൾ ജസ്റ്റ് ബേസ് ഫോം ഓഫ് എ റൂട്ട് ഫോം ഓഫ് എ വെർബാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇറ്റ് സീംസ് ക്വൈറ്റ് നാച്ചുറൽ ഫോർ 2 people ടു ജസ്റ്റ് സ്റ്റാർട്ട് ടോക്കിംഗ് ഇൻ എ കഫേ. കഫേയിലിരുന്ന് 2 പേര് സംസാരിക്കുന്നത് സാധാരണ ഗതിയിലൊരു നടക്കുന്ന കാര്യമാണ്. ദിസ് ഈസ് സംതിങ് ദാറ്റ് ഡസൻ ഹാപ്പൻ ഇൻ മൈ പ്ലേസ്. പക്ഷേ എൻ്റെ നാട്ടിൽ ഇതൊന്നും നടക്കില്ല. ഡസൻ്റ് ആണ് അവിടെ വേണ്ടത്. അറ്റ് ഹോം ഐ വുഡ് നെവർ സ്റ്റാർട്ട് ചാറ്റിംഗ് വിത്ത് എ സ്ട്രേഞ്ചർ. പരിചയമില്ലാത്ത ആളുമായിട്ട് വീട്ടിലൊക്കെ വെച്ചിട്ടാണെങ്കിൽ ഞാൻ അങ്ങനെ സംസാരിക്കാറില്ല. ഐ സീ ദാറ്റ് ഇറ്റ് ഈസ് ഈസി ടു മീറ്റ്. 2 കഴിഞ്ഞിട്ട് ബേസ് ഫോമാണ്. ടു മീറ്റ് ന്യൂ പീപ്പിൾ ഹിയർ.
ഇവിടെയാണെങ്കിൽ എല്ലാവരും പുതിയ പുതിയ ആളുകളാണ്. അപ്പോൾ അവരെ കണ്ട് സംസാരിക്കുക എന്നുള്ളത് ഇവിടെ സാധാരണമാണ്. അപ്പം അങ്ങനെയാണ് അവിടെ എഴുതേണ്ടത്. See the next activity, dears. Read the sentence given below. What are you making? Robertino asked his mother fondly. What are the other ways of asking the same question? Discuss and write. നമുക്കൊരു ചോദ്യം ചോദിക്കാനായിട്ട് വേറെ ഏതൊക്കെ മാർഗ്ഗങ്ങളാണുള്ളത്? ഇവിടെ അമ്മ വുഡൻ കപ്പിൽ ചോദിക്കുന്നുണ്ട്, വാട്ട് ആർ യു മേക്കിംഗ് റോബർട്ടിനോ, നീ എന്താ ഉണ്ടാക്കുന്നതെന്ന്. Now read the imaginary conversation between Robertino and his grandfather and identify different ways of asking questions. അപ്പോൾ വ്യത്യസ്തമായ രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇവിടെ റോബർട്ടിനോയും ഗ്രാൻഡ് പായും കോൺവെർസേഷനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള ക്വസ്റ്റ്യനിങ് സ്റ്റൈലാണ് നമ്മൾക്കിവിടെ കിട്ടുന്നത്. റോബർട്ടിനോ, കുഡ് യു പ്ലീസ് ടെൽ മീ എ സ്റ്റോറി. ഗ്രാൻഡ് പാ, കുഡ് യു പ്ലീസ് ടെൽ മീ എ സ്റ്റോറി, അതാണ് റിക്വസ്റ്റ്. ഗ്രാൻഡ് പാ, ഐ ഷുഡ് ബി ഇൻട്രസ്റ്റഡ് ടു നോ വാട്ട് സ്റ്റോറി യു വുഡ് ലൈക്ക് ടു ഹിയർ. റോബർട്ടിനോയുടെ അടുത്ത ചോദ്യം കേട്ടോ, ക്യാൻ യു ടെൽ മീ വൈ ഏഞ്ചൽസ് ലീവ് ഇൻ ഹെവൻ. Grandpa, have you got an idea about what angels do for us? അടുത്ത ചോദ്യമാണ്. റോബർട്ടിനോ, I am afraid I don't know anything about it. Grandpa, if you like, I could tell you a story about it. Robertino, thank you very much, Grandpa. അവിടെ 2-3 ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടു. ഇതുപോലെ you may have noted that each utterance in the above conversation serves a function. ഡിസ്കസ് നൗ, കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ടേബിൾ നമുക്ക് കംപ്ലീറ്റ് ആക്കാം. ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് കൂട്ടുകാരെ. ഫങ്ഷൻ ആസ്കിങ് ഫോർ ഇൻഫർമേഷൻ, ഒരു അറിവ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യം ഇങ്ങനെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്, ഐ ഷുഡ് ബി ഇൻട്രസ്റ്റഡ് ടു നോ വാട്ട് സ്റ്റോറി യു വുഡ് ലൈക്ക് ടു ഹിയർ. എന്ത് ടൈപ്പ് കഥയാണ് കുട്ടിക്ക് ഇഷ്ടമെന്ന് പറയൂ, അങ്ങനെയാണെങ്കിൽ എനിക്ക് അതുപോലെ പറഞ്ഞുതരാമല്ലോ എന്ന് മുത്തശ്ശൻ കുട്ടിയോട് പറയുന്നുണ്ട്. മേക്കിംഗ് എ റിക്വസ്റ്റ്, ഒരു അപേക്ഷ സൂചിപ്പിക്കുന്ന ചോദ്യം എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? ആരാ ചോദിച്ചിരിക്കുന്നത്? റോബർട്ടിനാ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ക്യാൻ യു പ്ലീസ് ടെൽ മീ എ സ്റ്റോറി ഗ്രാൻഡ് പാ എന്നുള്ളതാണ് റിക്വസ്റ്റ്. ഓഫറിങ് ഹെൽപ്പോ, ഇഫ് യു ഡോണ്ട് മൈൻഡ് മേ ഐ ഡു ദിസ് വർക്ക്, കുഴപ്പമില്ലെങ്കിൽ ഞാനത് ചെയ്യട്ടെ. ആക്സെപ്റ്റിംഗ് ഹെൽപ്പോ, താങ്ക് യു വെരി മച്ച് ഗ്രാൻഡ് പാ. അപ്പോൾ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് സഹായം സ്വീകരിച്ചുകൊണ്ട് നന്ദി പറയുന്നു. കൂടാതെ സേയിങ് യു ഡു നോട്ട് നോ, നിങ്ങൾക്ക് അറിയില്ല എന്ന് സൂചിപ്പിക്കുന്ന സെൻറ്റൻസ് അവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ. അപ്പം ഇതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഐ ആം അഫ്രൈഡ് ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ഇറ്റ് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾക്കറിയില്ല, അയ്യോ എനിക്കത് അറിയുമോയെന്ന്, എനിക്കത് പറയാൻ കഴിയുമോ എന്നറിയില്ല, എനിക്കതിലൊരു ഭയമുണ്ട്, അതായത് എനിക്ക് പറ്റുമോ എന്നറിയില്ല എന്ന് സൂചിപ്പിക്കുന്ന സെൻറ്റൻസ്. ഇങ്ങനെയാണ് നമ്മൾ ഈ സെൻറ്റൻസുകളൊക്കെയാണ് നമ്മൾ ഇംഗ്ലീഷ് കോൺവെർസേഷനിൽ യൂസ് ചെയ്യേണ്ടത്. ലാസ്റ്റത്തെ ആക്ടിവിറ്റിയിലേക്ക് കടക്കുകയാണ് കൂട്ടുകാരെ. ഇവിടെ കുറച്ച് സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. ഹിയർ ആർ എ ഫ്യൂ സിറ്റുവേഷൻസ്, ഹൗ ക്യാൻ യു ആസ്ക് ഫോർ ഇൻഫർമേഷൻ. ആ സാഹചര്യങ്ങളിൽ ചെന്നിട്ട് എങ്ങനെയാണ് നമ്മൾ ചോദ്യം ചോദിക്കുക, എങ്ങനെയാണ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം, ആ കാര്യങ്ങൾ അറിയാനായിട്ട് എന്ത് ചോദ്യങ്ങളാണ്, എങ്ങനെയാണ് ഇംഗ്ലീഷിൽ നമ്മൾ ചോദിക്കുക. യൂസ് ദി എക്സ്പ്രഷൻസ് ഇൻ ദ ബോക്സ്. താഴെ തന്നിരിക്കുന്ന സിറ്റുവേഷൻസ് നമുക്ക് നോക്കാം കേട്ടോ. അറ്റ് ദ റിസപ്ഷൻ ടേബിൾ ഇൻ എ കമ്പനി ഓഫീസ്, ഒരു കമ്പനി ഓഫീസിൽ ചെന്നിട്ട് റിസപ്ഷനിൽ ചെന്നിട്ട് നമ്മൾ ചോദിക്കുന്നത്. അറ്റ് ദ റെയിൽവേ ഇൻഫർമേഷൻ ഡെസ്ക്, റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് അവിടെ ഇൻഫർമേഷൻ സെൻറ്ററിൽ ചെന്നിട്ട് ചോദിക്കുന്നത്. വെൻ യു ആർ നോട്ട് ഷുവർ ഹൂ ഹാസ് ദ ഇൻഫർമേഷൻ അബൌട്ട് ബസ് ടൈമിങ്സ്, ബസ്സിൻ്റെ സമയക്രമം അറിയാൻ വേണ്ടിയിട്ട് അറിയില്ല, അപ്പോൾ ഇവിടെ ചോദിക്കും. അറ്റ് ദ ബാങ്കിൽ ചെന്നിട്ട് എങ്ങനെ ചോദിക്കാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട 4 ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന കൂട്ടുകാർ നോക്കി നമുക്ക് വായിക്കാം. കൂട്ടുകാരെ, കമ്പനിയിൽ ചെന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം അല്ലേ. വെൻ വിൽ ബി ദ ന്യൂ പ്രോജക്റ്റ് സ്റ്റാർട്ട്, നിങ്ങളുടെ പുതിയ പ്രോജക്റ്റ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ക്യാൻ യു പ്ലീസ് ടെൽ മീ ദ ഡിപ്പാർട്ടിംഗ് ടൈം ഓഫ് ഡൽഹി എക്സ്പ്രസ്, റെയിൽവേ സ്റ്റേഷനിൽ നിന്നിട്ട് നമുക്ക് ചോദിക്കാം അല്ലേ. ക്യാൻ യു പ്ലീസ്, സഹായിക്കാമോ, ഒന്ന് പറയാമോ, ദ ഡിപ്പാർട്ടിംഗ് ടൈം ഓഫ് ഡൽഹി എക്സ്പ്രസ് എപ്പോഴാണ് ഇവിടുന്ന് പോവുക, ഇവിടെ കടന്നു പോവുക. ഇഫ് യു ഡോണ്ട് മൈൻഡ് ക്യാൻ യു ടെൽ മീ ദ ടൈം ഓഫ് ദ ലാസ്റ്റ് ബസ് ഫ്രം ദി സ്റ്റാൻഡ്, ഈ സ്റ്റാൻഡിൽ നിന്നും ലാസ്റ്റ് ബസ് എപ്പോഴാണ് പോകാമെന്ന് സാധിക്കുമെങ്കിൽ ഒന്ന് പറയാമോ. ക്യാൻ യു പ്ലീസ് ഹെൽപ്പ് മീ ടു സ്റ്റാർട്ട് ആൻ അക്കൗണ്ട് ഹിയർ, ബാങ്കിൽ ചെന്നിട്ട് എന്താ ചോദിക്കുക, എങ്ങനെയാണ് ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഒന്ന് പറഞ്ഞു തരാമോ, ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ. അപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നമുക്കിങ്ങനെ വളരെ വിനയത്തിൽ നമുക്കിങ്ങനെ ചോദിക്കാനായിട്ട് സാധിക്കും. ഇതോടുകൂടി നമ്മുടെ ആക്ടിവിറ്റീസ് കഴിഞ്ഞു. കൂട്ടുകാരെല്ലാവരും നന്നായി പഠിച്ചൊരുങ്ങുക. താങ്ക് യു.